പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നവംബർ മാസം 1-ാം തീയതി സകല പുണ്യവാന്മാരുടെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. നവംബർ 2-ാം തീയതി സകല മരിച്ചവരുടെയും തിരുനാൾ ഓർക്കുന്നു. നവംബർ മാസം മുഴുവനും ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തിരുസഭ മാറ്റിവെച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ മഞ്ഞാക്കളച്ചൻ ചെറിയ ഒരു ഉപദേശം പങ്കുവയ്ക്കുവാനാണ് ഈ ക്യാമറയുടെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയിൽ എല്ലാവർക്കും അറിയാം മഹത്വീകരിക്കപ്പെട്ട സഭയെപ്പറ്റി. പുണ്യവാന്മാരുടെ ആ സഭ, മാതാവ്, ഔഷപിതാവ്, അന്തോനീസ്, ഇങ്ങനെ പോകുന്നു പട്ടിക. നമ്മളവരോടെല്ലാം അപേക്ഷിക്കാറുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കാറുമുണ്ട്. ഇനി ഇവിടെ നമുക്കറിയാം ജഡത്തോടും ലോകത്തോടും പിശാചിനോടും പടപൊരുതുന്ന പടയാളികളുടെ സഭ, സമരസഭ, അതാണ് കത്തോലിക്ക സഭ അഥവാ തിരുസഭ. എന്നാൽ ഒരു സഭയെപ്പറ്റി പലർക്കും വലിയ അറിവില്ല, അറിവുണ്ടെങ്കിലും അല്പമേ ഉള്ളൂ. അത് സഹന സഭ, അത് ശുദ്ധിയാത്മാക്കളുടെ സഭ. ഇത് നമുക്കറിയാം കത്തോലിക്ക സഭയാണ് പഠിപ്പിക്കുന്നതും ഊന്നി പറയുന്നതും. നമുക്കറിയാം ഇതര പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഇതിൽ വിശ്വസിക്കുന്നില്ല. അതായത് മരണശേഷം ഏതെങ്കിലും തരത്തിൽ ക്ഷമ കിട്ടും, കരുണ കിട്ടുമെന്ന്. ഇവിടെയാണ് കത്തോലിക്ക സഭയുടെ മഹനീയത നാം കാണുന്നത്. അതായത് മരണത്തിന് ശേഷവും കാരുണ്യം കാണിക്കുന്നവനാണ് കർത്താവ്. ഇത് ബൈബിൾ അധിഷ്ഠിതമാണ്. നമുക്ക് ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ജഡം ദൈവത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. 38-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും നാം ചെയ്ത പാപങ്ങൾക്ക് അവിടെ പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കറിയാം മക്കബയക്കാരുടെ പുസ്തകം 2-ാം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും, അതായത് യുദ്ധത്തിൽ മരിച്ച പാപികൾക്ക് വേണ്ടിയിട്ട് കളക്ഷൻ എടുത്ത് ജെറുസലമിൽ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് അയക്കുന്നതും, അവരുടെ വിശ്വാസം മരിച്ച ശേഷം അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നുള്ള വിശ്വാസമെല്ലാം പറയുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ പല ആരാധനാക്രമങ്ങൾ നമ്മൾ വായിക്കാറുള്ളതുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന ഒന്നിതാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു അനുഭവമാണോ സ്ഥലമാണോ എന്ന്. ഞാൻ ഉത്തരം പറയുന്നു, ഒരു സ്ഥലമാണ്. നമ്മൾ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടുകൾക്ക് പരിമിതിയുള്ള ഒരു സ്ഥലം, കോട്ടയം, എറണാകുളം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി, അല്ലെങ്കിൽ തിരുവനന്തപുരം, ഇതൊക്കെ സ്ഥലങ്ങളാണ്. എന്നാൽ നമുക്കറിയാം ഇന്ന് പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞന്മാർ നമുക്കറിയാം ബിഹായ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ബിഹായ്സിൻ്റെ 10 പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാത്ത നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അനേകം കോടികളാണ്. പ്രിയമുള്ളവരെ, എവിടെയോ ഒരു സ്ഥലം, ഒരു പക്ഷേ നമുക്കെല്ലാം അജ്ഞാതമായ ഒരു സ്ഥലം ഉണ്ട്. ഇനിയും അവിടുത്തെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചുറ്റുപാടുകളല്ലാത്ത വേറെ ചുറ്റുപാട്. നമുക്കറിയാം ആളുകളൊക്കെ ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ ആകാശം, ഗുരുത്വം വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുരുത്വത്തിനൊക്കെ വ്യത്യാസമുള്ള ഒരു പ്രത്യേക സ്ഥലമായിരിക്കാം. കണിശമായൊരു സ്ഥലമാണ്. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയുന്നു. നിങ്ങൾക്കറിയാം ശുദ്ധീകരാത്മാക്കളുമായിട്ട് ഏറ്റവും അടുത്ത് പെരുമാറുന്ന ഒരു വൈദികനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നും എന്ന പോലെ എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ അവിടെ പോകാറുണ്ട്, ആത്മാക്കളെ കാണാറുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റു വൈദികരും വൈദികശ്രേഷ്ഠന്മാരും സ്വർഗത്തിൽ നിന്നും ചിലപ്പോൾ അവിടെ തന്നെ ഉള്ളവർ എന്നെ വന്ന് സഹായിക്കും. എൻ്റെ ശുശ്രൂഷയിൽ ഒരു വലിയ സുവിശേഷ പ്രഘോഷണമാണ് ശുദ്ധിരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അതിനെ പുരസ്കരിച്ചുള്ളൊരു പുസ്തകം പുതുതായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്, കാരിസ്മാനിൽ കിട്ടും. വിത്ത് ദ സോൾസ് ഇൻ പർഗട്ടറി, ശുദ്ധിരാത്മാക്കളുടെ കൂടെ എന്ന് പറയുന്നൊരു മലയാളം പുസ്തകം ഉടനെ വരും. അത് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഡിസംബറോടുകൂടി, ക്രിസ്മസോടുകൂടി പുറത്തിറങ്ങും. പ്രിയമുള്ളവരെ, ശുദ്ധീയ സ്ഥലം ഒരു സത്യമാണ്. അവിടെ അവർ ഒരു സ്ഥലത്താണ്, അവർ സഹിക്കുന്നുണ്ട്. അതെ, ആത്മാക്കൾ തീക്കകത്ത് വേകുന്നത് അത് സത്യമാണ്. നിങ്ങൾക്ക് ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയറിയാമല്ലോ. ലൂക്കായുടെ സുവിശേഷം 16 നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ആ പാതാളത്തെ കടന്നുകൊണ്ട് അവൻ ഏറെ ശാരീരികമായി സഹിച്ചു. എന്നിട്ടാണ് വിളിച്ചു പറഞ്ഞത്, ആ മുതലാളിയെ
സോറി, ആ ലാസറിനെ, ആ പാവപ്പെട്ടവനെ ഒന്ന് അയക്കണേ, പച്ചവെള്ളത്തിൽ കൈ മുക്കി ഒരു തുള്ളി എൻ്റെ നാക്കയിൽ ഒഴിക്കണമേ എന്ന് ഈ ധനവാൻ പറയുകയാണ്, ഒന്ന് തണുപ്പിക്കാനായിട്ട്. അപ്പോൾ തണുപ്പിക്കുന്നത് ഒരു സ്ഥലം ഉണ്ടായിട്ടാണ് അല്ലേ? അവർ പരസ്പരം കണ്ടല്ലോ. അപ്പോൾ അവർ ശരീരങ്ങൾ കണ്ടു. ഏത് ശരീരം? രണ്ടുപേരെയും അടക്കിയതാ. ധനവാനെ അടക്കിയ കാര്യം ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്. കണിശമാറ്റും ലാസറിനെയും അടക്കി, കുഴിച്ചിട്ടു അല്ലേ? നമ്മളങ്ങനെ പാവപ്പെട്ട് മരിച്ചപ്പോൾ കുഴിച്ചിട്ടെന്ന് പറയും. അതെ, നമ്മളെല്ലാം മരിക്കുമ്പോൾ നമ്മുടെ ശരീരം കണിശമായിട്ടും സംസ്കരിക്കപ്പെടും, ഭൂമിയിലേക്ക് പോകും. മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തിരിച്ചു പോകും. എന്നാൽ നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയത്തില്ല എങ്കിൽ അടുത്തിടെ ഞാനൊരു പുസ്തകം വായിക്കുകയുണ്ടായ, ഒരു ഈശോസഭക്കാരൻ എഴുതിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം 2000-ൽ പരം, അതായത് ക്ലിനിക്കലായിട്ട് മരിച്ചുപോയ ആളുകൾ, ഹാർട്ട് അറ്റാക്ക് വന്നു, മറ്റു രോഗം വന്നു, മരിച്ചുവെന്ന് ശാസ്ത്രം പറഞ്ഞവർ തിരിച്ചു വന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന മരണാനന്തര അനുഭവങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നതിനെ കൂലങ്കഷമായിട്ട് പഠിച്ച് അദ്ദേഹം പറയുകയാണ്, അത് മരിക്കുന്ന സമയത്ത് അത് ശരീരം ഭൂമിയിലേക്ക് പോകുമെങ്കിലും അവൻ്റെ വ്യക്തിത്വം, അതായത് അവന് ഇതിനു മുമ്പ് കിട്ടിയുള്ള അറിവുകൾ, പരിജ്ഞാനങ്ങൾ എല്ലാം അടങ്ങുന്ന അവൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോകുന്നു. എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ നിത്യത ദർശിച്ച നിമിഷങ്ങൾ എന്ന എൻ്റെ പുസ്തകത്തിൽ വായിച്ചുവല്ലോ. ഞാൻ കണ്ടതാണ് നരകവും സ്വർഗവും അതുപോലെ തന്നെ ശുദ്ധീകര സ്ഥലവും. പ്രിയപ്പെട്ടവരെ, ഈ മരണാനന്തര അനുഭവമുള്ളവരെല്ലാവരും പറയുന്നുണ്ട് അവർ ഒരു ടണലിലൂടെ, ഇരുട്ടറയിലൂടെ പോയി. അവർക്കേറെ പാപങ്ങളെപ്പറ്റി ബോധ്യമുണ്ടായി, പാപത്തെ ഓർത്ത് അനുദപിച്ചു. അതിനുശേഷം നിത്യപ്രകാശം, ഒരു വലിയ പ്രകാശത്തിന് മുമ്പിൽ അവർ അണഞ്ഞെയ്യുന്നു. അവിടെ വെച്ച് സ്വയം തങ്ങളെ തന്നെ വിധിക്കുന്നു. ഇതാണ് തനത് വിധി. പലപ്പോഴും തനത് വിധി ദൈവം വിധിക്കുന്ന വിധിയാണ് നമ്മൾ ഓർക്കും. കണിശമായിട്ടും ദൈവത്തിൻ്റെ വിധി സ്വയമേ മനസ്സാക്ഷിയിൽ വരുന്നതാണ് തനത് വിധി. അതിന് നമ്മൾ പൊതുവിധി എന്ന് പറയുന്നത് കണിശമായിട്ടും യേശുനാഥൻ രാജാവായിട്ട് മേഘങ്ങളിൽ വന്ന് വിധിക്കുന്ന വിധി നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. തനത് വിധിയെപ്പറ്റി പല പല സംശയങ്ങളും പലർക്കുമുണ്ട്. തനത് വിധി ഒരു വ്യക്തി സ്വയം വിധിക്കുന്നതാണ്. എന്നിട്ട് എന്ത് പാപങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണുമ്പോൾ അവൻ മനസ്സിലാക്കും, ദൈവമേ എനിക്ക് സ്വർഗത്തിൽ പോകാനാവതല്ല, എനിക്ക് അതിനോട് വിശുദ്ധിയില്ല എന്ന് മനസ്സിലാകും. അപ്പോൾ അവനെ തന്നെ വിരിച്ച് അവൻ നരകത്തോട്ട് പോകും. ആരൊക്കെ നരകത്തിൽ പോകുന്നു എനിക്കറിഞ്ഞുകൂടാ. സത്യസഭ പോലും പറയുന്നില്ല ആരൊക്കെയാണ് നരകത്തിലുള്ളത് എന്ന്. എന്നാൽ നരകമുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശുദ്ധീകര സ്ഥലം, പ്രിയമുള്ളവരെ, അവർ തങ്ങളെ തന്നെ മനസ്സാക്ഷി പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, തങ്ങൾ ചെയ്തു പോയ താൽക്കാലിക പാപങ്ങൾക്ക് വേണ്ട പരിഹാരം അനുഷ്ഠിച്ചിട്ടില്ല, അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിശ്ചയമായിട്ടൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോഴാണ് ഫ്രണ്ടിൽ കാണുന്നത് ശുദ്ധീകര സ്ഥലം. അപ്പോൾ സ്വയമേ അങ്ങോട്ട് പോകും. കാരണം നമുക്കറിയാം, ഒരു വലിയ സരസിൽ നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ നല്ലപോലെ ഡ്രസ്സ് ചെയ്താൽ പോകുന്നത് ഇല്ലേ? ഇനി നമ്മുടെ ഡ്രസ്സ് മുഷിഞ്ഞതാണെങ്കിൽ നമ്മൾ പോവുകയില്ല തന്നെ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും വിശുദ്ധിയിലായിരിക്കുന്ന ദൈവത്തിന് മുമ്പിൽ, പ്രകാശപൂരിതമായ ദൈവത്തിന് മുമ്പിൽ ഞാൻ അനർഹനാണ് എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകും. അപ്പോൾ സ്വയം വിധിക്കും, ഇല്ല എനിക്ക് സ്വർഗത്തിൽ ഇപ്പോൾ പോകണ്ട, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. അങ്ങനെ പോകുന്നു. പ്രിയമുള്ള, ഇതാണ് ശുദ്ധീകര സ്ഥലം. ഇനി മാത്രമല്ല, അവിടെ സഹനമുണ്ട്. പല ആത്മാക്കളെയും കണ്ടു. കാരണം ശുദ്ധീകര സ്ഥലത്ത് പല തട്ടുകളുണ്ട്. ചിലതൊക്കെ സ്വർഗത്തോടടുത്താണ്. കുറച്ച് നാളെ സഹിക്കുകയുള്ളൂ, 2 ദിവസം 3 ദിവസം. ഈ 3 ദിവസം 2 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസം അല്ലെന്ന് ഓർക്കണം. അവിടുത്തെ കൗണ്ടിങ്, അവിടുത്തെ എണ്ണൽ ഏറെ ഉണ്ട്. 2 ദിവസമൊക്കെ കിടന്ന് ആത്മാക്കൾ പറയുന്നത് എന്താ വെച്ചാൽ 10,000 കണക്ക് വർഷങ്ങളായിട്ട് ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എൻ്റെ പുസ്തകത്തിൽ അതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ആത്മാക്കൾ എന്നോട് മാത്രമല്ല പല വിശുദ്ധാത്മാക്കളോടും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ദിവസം എന്ന് പറഞ്ഞ ഒരു പക്ഷേ 10,000 വർഷം പോലെ അവർക്ക് തോന്നിക്കുന്നത്. ഇനി അങ്ങനെയുള്ളവർ, ഇനി അതേസമയം ലോകാവസാനം വരെ സഹനത്തിനായിട്ട് വിധിക്കപ്പെട്ടവരുണ്ട്. നമ്മൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂസിയുടെ ചരിത്രം വായിക്കുമ്പോൾ അവളോട് ഒരാത്മാവ് പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. ആ ചരിത്രത്തിൽ ലോകാവസാനം വരെയുള്ള സഹനത്തിനായിട്ട് ശുദ്ധീകര സ്ഥലത്ത് വിധിക്കപ്പെട്ട ആളായിരുന്നു. എന്നാൽ പ്രാർത്ഥന വഴി, ദിവബലി വഴി അങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന്. അപ്പോൾ ശുദ്ധീകര സ്ഥലത്തിൻ്റെ ഏറ്റവും അടിത്തട്ട് എന്ന് പറയുന്നത് നരകതുല്യമാണ്. അതുകൊണ്ട് ചിലവരൊക്കെ പറയുന്നത്, കരിസ്മാറ്റികൾ പറയും നരകത്തിൽ പോയ ആളുകളെ രക്ഷിച്ചു എന്ന്.
അത് ശരിയല്ല. നരകത്തിൽ പോയി ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. അത് നിത്യ നരകമാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അടിത്തട്ട് ബന്ധു കിടക്കുന്ന ആത്മാക്കൾ നരകത്തിൽ കിടക്കുന്ന പോലെ തന്നെയാണ്. അവരെ രക്ഷിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാനിത് പറയാൻ കാരണം ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമാണ്. ശുദ്ധീകരണ സ്ഥലത്ത് സഹനമുണ്ട്, ഫിസിക്കൽ സഫറിങ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ശരീരം പോയില്ലേ, പിന്നെ എങ്ങനെയാണ് സഹിക്കുന്നത്? അതെ, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു ആധ്യാത്മിക ശരീരം തരും. നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസ്ലീഹ 1 കൊറിന്തോസ് 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വിവിധങ്ങളായ ശരീരങ്ങളുണ്ടല്ലോ. പക്ഷികൾക്കൊരു ശരീരം, മൃഗങ്ങൾക്കൊരു ശരീരം, മനുഷ്യനൊരു ശരീരം, സസ്യലതാദികൾക്കൊരു ശരീരം, അതുപോലെ മരിച്ചവർക്ക് ഒരു പ്രത്യേക ശരീരം. നമുക്കറിയാമല്ലോ, ഈശോ മരിച്ചു കഴിഞ്ഞു 3 ദിവസം പാതാളത്തിലേക്ക് പോയി നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പാതാളത്തിലെ ആത്മാക്കളോട് വചനം പ്രഘോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ത് ശരീരമായിരുന്നു ഈശോയ്ക്കുണ്ടായിരുന്നത്? കണിശമായിട്ടും ഒരു ആധ്യാത്മിക ശരീരം. ഈശോ അടക്കിയായിരുന്നു, നമുക്കറിയാം. 3-ാം ദിവസം അടക്കിയ ശരീരവുമായിട്ട് ഉത്ഥാനം ചെയ്തു നമുക്കറിയാം. ഇതുപോലെ മക്കളെ, നമുക്കും മരണമുണ്ട്, നമ്മൾ പോകും. ഇനിയും നമ്മുടെ വ്യക്തിത്വം തുടർന്നു ജീവിക്കും. പല പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മനുഷ്യൻ മരിക്കുന്നില്ല, അവൻ അമർത്യനാണ്, അമർത്യമായ ആത്മാവ് അവനുണ്ട്. അപ്പോൾ ഈ ആത്മാവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അത് ശരീരത്തിൽ ആണ്. ഈ ശരീരത്തെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലം സ്വയം വിധിച്ച് നേടും മരണാവസരത്തിൽ. പ്രിയമുള്ള പലരും മരിക്കുന്ന സമയത്ത് ആത്മാവ് വേർപെട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്നവരെയും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം മനസ്സിലാക്കിയതായിട്ട് മരണാനന്തര ജീവിതം പറഞ്ഞ ആ ആളുകളിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. 2000-ഓളം പേരെ കൂലങ്കുശമായിട്ട് പഠിച്ച ആ വൈദികം പറയുകയാണ്, അവരെല്ലാവരും അവിടെ നിന്നവരെ കണ്ടു, ആരൊക്കെ പ്രാർത്ഥിച്ചു എന്നറിയാമായിരുന്നു, ആരെല്ലാം ദീപബലി അർപ്പിച്ചു എന്നുമല്ല. പ്രിയമുള്ളവരെ, ഞാനിത് ചുരുക്കി പറയുകയാണ്, നീട്ടി പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും, നിങ്ങൾക്ക് കേൾക്കാനുള്ള സന്മനസ്സും സമയവുമില്ല. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞതിന് കാര്യം, ശുദ്ധീകരണ സ്ഥലം ഉണ്ട്, സഹനസഭയുണ്ട്. കത്തോലിക്ക സഭയിലൂടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വൻ കൃപ, വലിയ കാരണം വെളിപ്പെടുത്തുവാനാണ്. നമുക്കവരെ സഹായിക്കാൻ കഴിയും. അതെ, സ്വർഗത്തിലുള്ള സഭയ്ക്ക്, പുണ്യവാന്മാർക്ക് നമ്മെ സഹായിക്കാൻ പറ്റുന്ന പോലെ നമുക്കും സഹായിക്കാൻ പറ്റും. കാരണം സഭ എന്ന് പറയുന്നത് ഈ 3 അംശങ്ങളും കൂടിയതാണ്. സമരസഭ, അതുപോലെ സഹനസഭ, മഹത്വീകരിക്കപ്പെട്ട സഭ. അപ്പോൾ ഈ 3ഉം പരസ്പരം സഹായിക്കാനും കടപ്പെട്ടിരിക്കുന്നു. ആ സ്നേഹത്തിലാണല്ലോ അടങ്ങിയിരിക്കുന്നത് സഭ. സഭ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ 3 ഡയമെൻഷൻസും 3 സഭയുടെ ഭാഗങ്ങളും സ്നേഹിക്കുന്നു. നമ്മളതുകൊണ്ട് ഈ സഹനം സഹിക്കുന്ന ആത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. നമ്മൾ സഭ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുള്ള ഔദ്യോഗിക പ്രാർത്ഥനകൾ വീട്ടിൽ ചൊല്ലാറുണ്ട്. നമുക്കറിയാം, 5 സ്വർഗസ്ഥനാപിതാവ്, എന്നാലും 5 അന്മോർഞ്ഞൊറിയും, 5 തീർത്ഥസ്തുതി. എൻ്റെ വീട്ടിലാണെങ്കിൽ 40 സ്വർഗസ്ഥനാപിതാവി, 4 നന്മോർഞ്ഞൊറിയും ചൊല്ലി ശുരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുമായിരുന്നു. പിന്നെ സെമിത്തേരിയിലും വീട്ടിലൊക്കെ ഒപ്പീസ് ചെല്ലാറുണ്ട്. ഇതെല്ലാം ആത്മാക്കളെ രക്ഷിക്കാനുള്ള വിവിധ മാർഗങ്ങൾ. ഈ നവംബർ മാസം പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് അതോർക്കുക. ഞാൻ ഓർക്കുകയാണ്, പണ്ട് കാലത്ത് ഈ ലിറ്റർജികളൊക്കെ പരിഷ്കരിക്കുന്ന മുമ്പ് തോസ്യൂസ് കോസ്യൂസ് എന്ന പരിപാടി ഉണ്ടായിരുന്നു. അതായത് നവംബർ 2-ാം തീയതി ഞങ്ങൾ പോവും, 5 സ്വർഗസ്ഥനായ പിതാവി, 5 അന്മോർഞ്ഞൊറിയും, 5 തീർത്ഥസ്തുതിയും പള്ളിയിൽ നിന്ന് ചൊല്ലിയിട്ട് ഒരു കല്ല് പോക്കറ്റ് ഇടും പുറത്തിറങ്ങി. എന്നിട്ട് വീണ്ടും കയറി അതുപോലെ ചെയ്യും. എന്നിട്ട് വീട്ടിൽ വന്ന ചാച്ചനോടും അമ്മച്ചോടും പറയുമായിരുന്നു, ഇത്രയും ആത്മാക്കളെ രക്ഷിച്ചെന്ന്. അതായത് തോസ്യൂസ് കോസ്യൂസ് എന്ന് പറഞ്ഞാൽ ധാരാളം പേരെ രക്ഷിക്കാൻ അർത്ഥമാണ്. അപ്പോൾ 5 സ്വർഗസ്ഥനായ പിതാവിയും 5 നന്മോർഞ്ഞൊറിയും 5 തീർത്ഥസ്തുതിയും ചൊല്ലി ഈശോയുടെ കാഴ്ചവെക്കുകയാണ് ശുദ്ധാത്മാക്കൾക്ക് വേണ്ടി. അപ്പോൾ ഒരാത്മാവ് രക്ഷപ്പെടുമെന്നുള്ള പഠിപ്പിയിലായിരുന്നു. എന്തായാലും ശരി, ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറയും, ഞാൻ 20 ആത്മാക്കളെ രക്ഷിച്ചു, 50 പേരെ രക്ഷിച്ചു. ഞങ്ങൾ ചേട്ടാന്മാർ ചിലപ്പോൾ അടിപിടിയും വെക്കുമായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞ്. കൂടുതൽ ആത്മാക്കളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടുമായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ തിരുസഭയിൽ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ സംബന്ധിക്കുക. വിശുദ്ധ ബലിയാണ് ഏറ്റവും വലുത്. കാരണം കാൽവരിയിലെ ബലിയാണല്ലോ നമുക്കെല്ലാം രക്ഷ നൽകുന്നത്. ശുദ്ധീകരണാത്മാക്കൾക്കും രക്ഷ നൽകുന്നത് കാൽവരി ബലിയാണ്. ഞാൻ എന്നും കുർബാന അർപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് ആത്മാക്കളെ അൽത്താരയ്ക്ക് ചുറ്റും കാണാറുണ്ട് മക്കളെ. അത് അവർ വരികയാണ്. ഒരു അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ബലി സമ്മതിക്കുന്നവരെക്കാൾ മോചനം പ്രാപിച്ച സ്വർഗത്തിലേക്ക് മാതാവിനോടുകൂടി അവർ പോകുന്നതാണ് ഞാൻ കാണുന്നത്. പ്രിയ മക്കളെ, ഇതൊക്കെ സത്യങ്ങളാണ്. അതുകൊണ്ട് ബലി കണ്ട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ബലി സമർപ്പിക്കുക.
കുർബാന ചൊല്ലിക്കുക, പിന്നെ ത്യാഗങ്ങൾ അർപ്പിക്കുക, ഉപവാസം, അതായത് മോട്ടിഫിക്കേഷൻ, ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ, പാവങ്ങളെ സഹായിക്കുക, ഇതൊക്കെ ആത്മാക്കൾക്ക് കൊണ്ട് ചെയ്യാം. ഇനിയും ദണ്ഡ വിമോചനം, ഇനി പലർക്കും അത് അറിഞ്ഞുകൂടാ. അതെ, നമ്മൾ പരിശുദ്ധ പിതാവിനെ നിയോഗത്തിനായിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവിയും ഒരു നന്മ ചൊല്ലിയും ഒരു തീർത്ഥസ്തുതിയും ചൊല്ലി കാഴ്ചവെച്ചാൽ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് ഉള്ള ദണ്ഡവിമോചനം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്കത് ശുദ്ധീകരണത്തിൽ ആത്മാക്കൾക്കായിട്ട് സമർപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയുകയാണ്, ഇതൊക്കെ ചെയ്യുക. നിങ്ങൾ ഓരോ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനയുടെ അവസാനം ദണ്ഡമോചനം എന്നെഴുതിയിട്ടുണ്ട്. അവ കണ്ടീഷൻ്റെ ഉള്ളൂ. ഒരു സ്വർഗസ്നാവിതായും ഒരു നമ്മോട് ചൊല്ലിയും ഒരു തീർത്ഥത്തിൽ മാർപ്പാപ്പാടെ നിയോഗത്തിനായിട്ട് കാഴ്ചവെക്കുക. കാരണം സഭയാണ് ഔദ്യോഗികമായിട്ട് ഈ വിടുതൽ, അത് ദണ്ഡമോചനം കൊടുക്കുന്നത്. അങ്ങനെ ഈ മാസം പ്രിയമക്കളെ ധാരാളം ആത്മാക്കളെ രക്ഷിക്കുന്ന മാസമായിരിക്കട്ടെ. ഈ രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ സത്യങ്ങളാണ്. അത് മക്കളെ, അത് പലപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർ കിടന്ന് ആ തീ എൻ്റെ മനസ്സിൽ വരും. ആ തീയുടെ പൊള്ളൽ എൻ്റെ ശരീരത്തിൽ കൂടി ഉണ്ട് എന്ന് പറയട്ടെ. ആ പൊള്ളൽ അത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. നമ്മൾ പെന്തക്കോസ്തായി കാണുന്നില്ലേ, തീനാക്കളുടെ രൂപത്തിൽ വന്നുവെന്ന്. പരിശുദ്ധാത്മാവ് തീയാണ്. തീയായി എഴുന്നള്ളി വരണമേ എന്ന് പാടാറില്ലേ നിങ്ങൾ? ആ പാട്ട് തന്നെ അർത്ഥം ഇതാണ്, പരിശുദ്ധാത്മാവ് തീയാണ്. ആ പരിശുദ്ധാത്മാവ് സ്നേഹമാണ്. അതും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ. ആത്മാവ് കടന്നു വരുമ്പോൾ നിങ്ങൾ സ്നേഹത്താൽ പൂരിതമാവും. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ കത്തലാണ്, അല്ലാതെ നിഷേധാത്മകമായ ഒരു കത്തലല്ല, ചാമ്പലായി പോകുന്ന അല്ല. അവർക്കറിയാം, പ്രതീക്ഷയുണ്ട് സ്വർഗത്തിൽ പോകാമെന്ന്. അതുകൊണ്ടാണ് ശുദ്ധീ സ്ഥലത്തിൽ നിന്ന് ഒരാൾ പോലും ഈ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയില്ല. ഈ മരണാനന്തര ജീവിതത്തെ അനുഭവങ്ങൾ പറഞ്ഞ ഓരോരുത്തർക്കും എൻ്റെ അനുഭവം അതായിരുന്നു. ഏതോ അദൃശ്യ ശക്തി എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു വചനം പ്രഘോഷിക്കാനായിട്ട്. അതെ, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഭൂമിയിലേക്ക് വരാൻ. പൗലോസ്ലീഹ പറയുന്ന പോലെ ജീവിക്കാൻ ഈ ഭൂമിയിലാണ്, സമയമുണ്ടെങ്കിലും അവിടുത്തോടുകൂടി ആയിരിക്കുന്നതാണ് എൻ്റെ ഇഷ്ടം. പ്രിയമുള്ളവരെ, ആ ശുദ്ധിയാത്മാക്കൾക്ക് നല്ലപോലെ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ പോകാമെന്ന്. ഈ പ്രത്യാശയും ആ സന്തോഷവും ഇങ്ങേയറ്റം തൊലിയും മാംസവും എല്ലാം കത്തി ദഹിച്ചവരുടെ മുഖത്ത് പോലും കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തൂടെ പോകേണ്ടി വരും. അതിവിശുദ്ധനായിരുന്ന യോഹന്നാൻ പൗലോസ് മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് എല്ലാ വരികളും പറഞ്ഞു, ഒരു കുർബാന വീതം ചൊല്ലി കാഴ്ചവെക്കണം. മറ്റുള്ളവർ പോകുന്ന പോലെ ഞാനും സഹനത്തൂടെ മരണശേഷം പോകേണ്ടി വരുമെന്ന്. അതെ, വലിയ വലിയ വിശുദ്ധർ പോലും മണിക്കൂറുകൾ അല്ലെ ദിവസങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തൂടെ പോയി എങ്കിൽ പാപികളായ നമുക്കതുകൊണ്ട് സൽപ്രവർത്തികൾ ചെയ്ത് വിശുദ്ധരായി ജീവിക്കാൻ തീരുമാനിക്കാൻ. നമ്പർ 1. നമ്പർ 2, സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ധാരാളം ആത്മാക്കളെ സുഹൃത്തുക്കളാക്കി മാറ്റാം. അവർ നമ്മളെ സ്നേഹിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈ നവംബർ മാസം വേണ്ട വിധത്തിൽ ആത്മാക്കളെ ഓർത്ത് അവർക്ക് വേണ്ടി പരിത്യാഗവും ചെയ്ത് പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കുന്ന നല്ല മക്കളായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് കണ്ണുകളടച്ച് മാരോട് കൈകൾ ചേർത്ത് വയ്ക്കുക. കാനിമാൻ നല്ലവനുമായ ഈശോയെ, ഈ ചെറിയ പ്രസംഗം കേട്ട ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരാരെങ്കിലും ഒരുപക്ഷെ ശുദ്ധിയാത്മാക്കളെ പറ്റിയോ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയോ അജ്ഞരായിരുന്നുവെങ്കിൽ കൂടുതൽ അറിവുള്ളവരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ധാരാളം പേർ അതിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ധാരാളം പേർ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നുണ്ട്. പല കത്തോലിക്കരും വിശ്വസിക്കുന്നില്ല, അകത്തോലിക്കർക്ക് അല്പം പോലും വിശ്വാസവുമില്ല. കാര്യമുള്ള കർത്താവ്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുമ്പോൾ കാണുന്നത് അവരുടെ ആത്മാക്കൾ, ആരുപോലുമില്ലാത്ത ആത്മാക്കൾ മറ്റ് ഇതര സഭകളിൽ നിന്ന് മരിച്ചുപോയോ. കാരണം അവിടെ ബന്ധത്തിൽപ്പെട്ടവരാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ബലിയർപ്പിക്കുന്നില്ല. അതുപോലെ ഹൈന്ദവരുടെ ആത്മാക്കൾ, മുസ്ലിങ്ങളുടെ ആത്മാക്കൾ, ഇവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ മാറ്റി വച്ചിരിക്കുന്ന പോലെ ധാരാളം വൈദികരെ മാറ്റി നിർത്തണമേ, ധാരാളം അന്മേനികളെ മാറ്റി നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ സുവിശേഷവൽക്കരണം, അതായത് ആത്മാക്കൾക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുന്നതിനെപ്പറ്റി ധാരാളം അറിവ് ഇവർക്ക് കൊടുക്കണമേ. ഇവരോരോരുത്തരെയും ഇപ്പോൾ ധന്യരാക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും ആത്മാക്കളെ ഈ മാസം തന്നെ രക്ഷിച്ച സ്വർഗത്തിലേക്ക് അറിയിക്കണമെന്ന് യാസം പ്രാർത്ഥിക്കുന്നു. കാരണം ഇവിടെ കർത്താവേ, ഇപ്പോൾ എന്നെ ശ്രമിക്കുന്ന ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആത്മാവുകൊണ്ട് നിറച്ച് വിശുദ്ധീകരിക്കണമേ. കൊരക്കളുക്കൽ കുമ്പസാരിക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരും ഈശോയോട് ഐക്യപ്പെട്ടവരുമായി തീരുവാൻ ഇവരെ സഹായിക്കണമേ. നിങ്ങൾ ഓരോരുത്തരെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിൽ അർപ്പിച്ച് ഞാൻ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.